നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ഭാഗ്യങ്ങൾ പലപ്പോഴായി വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ചില വ്യക്തികൾക്ക് ഈ ഭാഗ്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് തന്നെ സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. അത്തരത്തിൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ പ്രത്യേകിച്ചും സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പ്രധാനമായും നാളെ ക്രിസ്മസ് ബമ്പറുമായി ബന്ധപ്പെട്ട ലോട്ടറി നറുക്കെടുപ്പാകുന്നു. ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രക്കാർക്ക് സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 ശുഭയോഗങ്ങൾ ഒരുമിച്ച് വന്നു ചേർന്നിരിക്കുന്ന അഥവാ സംയോജനം നടന്നിരിക്കുന്ന ദിവസമാണ് ജനുവരി 22. ഈ 22-ാം തീയതിയിലെ 3 ശുഭയോഗങ്ങളുടെ സംയോജനം മൂലം ഫലങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യത ഇരട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഫലങ്ങളിൽ വന്ന വ്യത്യാസം എപ്രകാരമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയമാകുന്നു. അതിനാൽ ലോട്ടറി പോലും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. നറുക്കെടുപ്പിൽ വിജയങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനും സൗഭാഗ്യങ്ങൾ വളരെ കൂടുതലായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുവാനും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ യഥാവിധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും സഹായകരമായി മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും ഈ കാര്യം ചെയ്യാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. സൗഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുകയും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിയിരിക്കുന്ന പല ദുഃഖങ്ങളും വിഷമതകളും ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകന്നു പോവുകയും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കഷ്ടപ്പാടുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ജീവിതത്തിൽ കരകയറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഭിവൃദ്ധികൾ വന്ന് ചേരുന്ന സമയമാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ, ഭാഗ്യക്കുറി, നറുക്കെടുപ്പ് എന്നിവ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പ്രധാനമായും അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാട് ചെയ്യുക എന്ന കാര്യമാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ധാരയും അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ കടന്നു വരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരുകയും സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് കടന്നു വരുന്നതാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളെ തേടി വരും എന്ന കാര്യം ഓർക്കുക. പരാജയഭീതി ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന സമയമാണ് ഇത്. നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈ സമയം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. നറുക്കെടുപ്പിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സമയം ആഗതമായി എന്ന് തന്നെ പറയാം. പല വിധത്തിലുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യക്കുറികളിലൂടെയും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു.
വലിയ രീതിയിലുള്ള സമ്മാനങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. കൂടാതെ ലക്ഷ്മി ദേവിയെയും ഈ സമയം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ഭാഗ്യക്കുറി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതേപോലെ നറുക്കെടുപ്പിൽ വിജയങ്ങൾ നേടുവാനും സമ്മാനങ്ങൾ നേടുവാനുമുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്ന് തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഭാഗ്യസൂക്തം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയ നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചതയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇത്. പ്രധാനമായും ഇവർക്ക് അനുകൂലമായ സമയമായതിനാൽ തന്നെ അനാവശ്യമായ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. നിങ്ങൾ തീർച്ചയായും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോ ധാരവഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭാഗ്യക്കുറി അല്ലാതെയും സമ്മാനങ്ങൾ ലഭിക്കാം. എന്നിരുന്നാൽ പോലും ഭാഗ്യക്കുറിയിലൂടെയും സമ്മാനങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ക്രിസ്മസ് ബമ്പർ പോലുള്ള സമ്മാനങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം തന്നെയാണ് ചതയം നക്ഷത്രം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് സംജാതമായിരുന്നു എന്നതും വാസ്തവമാകുന്നു. പല കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ നടക്കാതെ വന്നിട്ടുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളെല്ലാം ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയുന്ന സമയം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരുന്ന സമയമാണ്. അതിനാൽ തന്നെ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. നിങ്ങൾ തീർച്ചയായും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ ലോട്ടറി മാത്രമല്ല, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ പുണർദം നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ അത് ലോട്ടറിയുടെ രൂപത്തിലും അല്ലാതെയും തേടിയെത്തുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിച്ച് പോന്നിരുന്നവരാകുന്നു. ഇവർക്ക് പ്രത്യേകിച്ചും 3 ശുഭയോഗങ്ങളുടെ സംയോജനം മൂലം ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം, അതായത് ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഫലങ്ങളിൽ വന്ന മാറ്റങ്ങളാൽ ഈ നക്ഷത്രക്കാർക്കും സൗഭാഗ്യം തേടിയെത്തി എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ദർശനം നടത്തുന്നത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും.
കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും. ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഇത്. സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ജീവിതത്തിൽ അത് ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുന്ന അവസരമാകുന്നു. അതിനാൽ തീർച്ചയായും ജീവിതത്തിൽ പ്രത്യേകിച്ചും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. എന്നാൽ ഇവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം അമിതമായാൽ ആപത്താണ് എന്ന കാര്യവും ഓർക്കണം. എന്നിരുന്നാൽ പോലും ഇവർക്ക് ലോട്ടറി ഭാഗ്യവും മറ്റ് രീതിയിലുള്ള സമ്മാനങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. തീർച്ചയായും നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാകുന്നു. കാരണം ഭാഗ്യം ഇരട്ടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം ഇവർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം തീർച്ചയാകുന്നു. അത് പല രൂപത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പ്രത്യേകിച്ചും ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇത്തരത്തിൽ സൗഭാഗ്യം ഇവരെ തേടിയെത്തും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ലോട്ടറിയുമായും അല്ലാതെയും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഇവർ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാനും കർമ്മമേഖലയിലും അതേപോലെ ബിസിനസ് പരമായും ഉയർച്ച നേടുവാൻ സാധിക്കും. പുതിയ കരാറുകളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. ഇവർ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ ധാരവഴിപാട് നടത്തി മുന്നോട്ട് പോകുന്നതും ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുബേരമന്ത്രം കൂടി ജപിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ഫലങ്ങൾ എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. ഓരോ വ്യക്തികളുടെയും ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.